ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളെ കുടുംബക്ഷേത്രത്തിൽ കർമ്മം കൊടുക്കലാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ രാവിലെ ഗണപതി ഹോമത്തിന് പോവുകയാണ്. രാവിലെ ഒരു 4 മണി ആയപ്പോഴായിരുന്നു നമ്മൾ നീച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, വിളക്ക് കൊളുത്തുന്നുള്ളായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്ത് അതിന് ശേഷം പിന്നെ പൂജാരിയൊക്കെ വന്ന് അവിടെ എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് തൊഴുത് കുറേ നേരം പ്രാർത്ഥിച്ച് രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമുക്ക് വൈകുന്നേരം അതുപോലെ തന്നെ പരിപാടി ഉണ്ട്. ഇതുപോലെ പൂജയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് എല്ലാവരും കൂടുതൽ ആൾക്കാർ അപ്പോഴാണ് വരാറുള്ളത്. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ പോയി പ്രസാദം മേമ റെഡി ആക്കുന്നുണ്ട്. ചായ ഇട്ട് മേമ പോകുന്നു. നമ്മളെല്ലാവരും പിന്നെ ചായ കുടിച്ചു. പിന്നെ നമ്മൾ വൈകുന്നേരം ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നെയ്യ് നമ്മൾ വിളക്ക് കൊളുത്താനുള്ള നെയ്യൊക്കെ ഇട്ട് പോവുകയാണ്. അമ്മ ആദ്യം പോയിട്ടുണ്ടായിരുന്നു, പിന്നെയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ ദേവനായിട്ട് കുറച്ചു നേരം കളിച്ചിരുന്നു. ഇന്നാണ് എൻ്റെ അടുത്ത് ശരിക്കും ഒന്ന് വരുന്നത് കേട്ടോ. കുറേ നേരം അവനായിട്ട് കളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം അവിടെ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് പൂജയും സംഭവങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. ഒരു 1.5 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിപ്പടകൾ ആദ്യം ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒറ്റ കുട്ടികൾ ഉണ്ടായിരുന്നില്ല, ഞാനും ലച്ചും കൂടിയായിരുന്നു ഫുൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഓടി അവിടെ കയറി ഇരുന്നത്. പക്ഷെ ഇത്ര നേരം ഇന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല കൈസ്. അതാണ് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ കർപ്പൂരം ഇട്ടിട്ട് നമുക്ക് തൊഴാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി കൂട്ടപ്രാർത്ഥന ആയിരുന്നു. അതിനുശേഷം നമ്മളെന്താ ചെയ്യണ ലച്ചോ? നമുക്ക് മാത്രം എപ്പോഴും പണിയില്ല. പ്രാർത്ഥിച്ചപ്പോഴും നമ്മൾ തുറക്കുമ്പോൾ ബാക്കി ഫുള്ള് പാട്ട് പാടി തരോ? ഒന്ന് പാടി, ചേച്ചിക്ക് അറിയില്ല, പ്ലീസ്. പിന്നത്തെ ഈ കുട്ടിപ്പടകളുടെ തള്ളിമറിക്കലായിരുന്നു കേട്ടോ. അവനെ പേടിപ്പിക്കണം. അജു ആണ് മെയിനായിട്ട് ഇതിന് പേടിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ഇതുപോലെ കോഴിക്കാല് കിട്ടും. അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, ഞാനും ലച്ചും കൂടി. അതിനുശേഷം പിന്നെ ഒരു 2 മണിയായപ്പോൾ നമ്മൾ ഫുഡും കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ചാൽ. പിന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.